ഹായ്, വെൽക്കം ടു എം പി എം റിസോർട്ട്. ഇന്ന് നമ്മൾ കവർ ചെയ്യാൻ പോണത് നമ്മുടെ സോഫ്റ്റ്വെയറിൽ എങ്ങനെയാണ് നമുക്ക് ലീവ് പോളിസി ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിനായി ഫസ്റ്റ് നമ്മൾ കമ്പനി മൊഡ്യൂൾ എടുക്കുക. അതിൽ സാലറി ആൻഡ് ലീവേഴ്സ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇതിൽ ലീവ് ടൈപ്സ് എന്നുള്ള ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ബൈ ഡിഫോൾട്ട് കുറച്ച് ലീവ് ടൈപ്സ് നമ്മുടെ സോഫ്റ്റ്വെയറിൽ ഉള്ളത് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ആൻഡ് ഇൻ കേസ് നമ്മുടെ ഓർഗനൈസേഷനിൽ സെപ്പറേറ്റ് ഒരു അഡീഷണൽ ലീവ് ടൈപ്പ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഈ ന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ആൻഡ് നമ്മൾ ഈ ഫോമിൽ സെലക്ട് ചെയ്യുന്ന ലീവ് ടൈപ്സ് ആയിരിക്കും നമ്മൾ ലീവ് പോളിസി ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആ ഫോമിൽ നമുക്ക് ലിസ്റ്റ് അവൈലബിൾ ആയിട്ടുണ്ടാവുന്നത്. ആൻഡ് വൺസ് നമുക്ക് വേണ്ട ഗ്രൂപ്പ്സ് എല്ലാം സെലക്ട് ചെയ്ത് ലീവ് ടൈപ്സ് എല്ലാം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പാണ് പോളിസി ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത്. അതിനായി കമ്പനി മൊഡ്യൂളിൽ തന്നെ ലീവ് പോളിസി എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ലീവ് ഗ്രൂപ്പ് സെലക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോൾ അഡീഷണൽ നമുക്കൊരു പുതിയ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ന്യൂ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഗ്രൂപ്പ് നെയിം കൊടുത്തു കഴിഞ്ഞാൽ പുതിയൊരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ആൻഡ് വൺസ് നമുക്ക് ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു, ഇനി നമുക്ക് ആ ഗ്രൂപ്പിലോട്ട് നമ്മുടെ ഓർഗനൈസേഷനിൽ ഫോളോ ചെയ്യുന്ന ലീവ് ടൈപ്സും എല്ലാം ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അതിനായി ജസ്റ്റ് ആ ഗ്രൂപ്പ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലീവ് പോളിസീസ് ആഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇവിടെ അവൈലബിൾ ആണ്. അതിൽ ജസ്റ്റ് ഈ ന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ നമ്മൾ സെലക്ട് ചെയ്ത ലീവ് ടൈപ്സ് എല്ലാം നമുക്ക് ഈ ഫോമിൽ കാണാൻ പറ്റും. അതിൽ നമ്മൾ ഏത് ലീവ് ടൈപ്പാണോ നമ്മൾ ഫസ്റ്റ് അപ്ഡേറ്റ് ചെയ്യാൻ പോകണം എന്നുള്ളത് ആ ലീവ് ടൈപ്പ് സെലക്ട് ചെയ്യുക. പിന്നെ അതിൻ്റെ ഡ്യൂറേഷൻ എങ്ങനെയാണ്, മന്ത്ലി ആണോ, ക്വാർട്ടർലി ആണോ, ഹാഫ് ഇയർലി ആണോ, അതോ ഇയർലി ആണോ, അത് പെർസെൻറ്റേജ് ബേസ്ഡ് ആണോ നമുക്കിവിടെ സെലക്ട് ചെയ്യാൻ പറ്റും. അതേപോലെ അതിൻ്റെ സ്റ്റാർട്ട് ഡേറ്റ്, എൻഡ് ഡേറ്റ് അതും നമുക്കിവിടെ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ നമുക്ക് ആ ലീവ് ടൈപ്പിൻ്റെ ലിമിറ്റ് സെറ്റ് ചെയ്യാം. അതേപോലെ ക്യാരി ഫോർവേഡ് ലിമിറ്റ് ഉണ്ടെങ്കിൽ അത് നമുക്കിവിടെ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ആ ലീവ് ആരാണ് സാങ്ഷൻ ചെയ്യുന്നത് ആ എംപ്ലോയിയുടെ പേര് നമുക്കിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം. പിന്നെ വരുന്ന ഓപ്ഷൻസ് ആണ് സാൻഡ്വിച്ച് ലീവ്. സാൻഡ്വിച്ച് ലീവ് ഓപ്ഷൻ നമ്മൾ എനേബിൾ ചെയ്താൽ എംപ്ലോയി ഈ ലീവ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അതൊരു സാൻഡ്വിച്ച് ലീവ് കൺസിഡർ ചെയ്യേണ്ട കേസ് ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ആ ദിവസം ഫോർ എക്സാമ്പിൾ സാറ്റർഡേ ലീവ് അപ്ലൈ ചെയ്തു, മൺഡേയും ലീവ് അപ്ലൈ ചെയ്തു, അപ്പോൾ ഓട്ടോമാറ്റിക്കലി സൺഡേ ഒരു ലീവായിട്ട് തന്നെയായിരിക്കും കൺസിഡർ ചെയ്യുക. പിന്നെ അലോ എൻകാഷ്മെന്റ് ഓപ്ഷൻ, അത് നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എൻകാഷ്മെന്റ് ലിമിറ്റ് സെറ്റ് ചെയ്യാൻ പറ്റും. ഇയർലി എത്ര ലീവ് നമുക്ക് എൻകാഷ് ചെയ്യണം എന്നുള്ളതിന്റെ ലിമിറ്റ് നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ നെക്സ്റ്റ് വൺ ആണ് അലോ നെഗറ്റീവ് ബാലൻസ്. അലോ നെഗറ്റീവ് ബാലൻസ് നമ്മൾ ഓപ്ഷൻ സെലക്ട് ചെയ്യുകയാണെങ്കിൽ നോർമലി നമ്മളിപ്പോൾ ഒരു 12 ലീവ്സ് ആണ് ഇയർലി നമ്മൾ കൊടുത്തെങ്കിൽ ഇതെല്ലാ മന്തിലും അലോ നെഗറ്റീവ് ബാലൻസ് ഓപ്ഷൻ നമ്മൾ കൊടുത്തിട്ടില്ലെങ്കിൽ ഇത് എല്ലാ മന്തിലും ഒരു ലീവ് എന്നുള്ള രീതിയിലായിരിക്കും കാൽക്കുലേറ്റ് ചെയ്യുക. ബട്ട് അലോ നെഗറ്റീവ് ബാലൻസ് ഓപ്ഷൻ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ഈ 12 ലീവ്സും ഒരു ഫസ്റ്റ് മന്തിൽ തന്നെ എംപ്ലോയീസിന് അവൈലബിൾ ആയിരിക്കും. അത് അവർക്ക് അപ്പോൾ തന്നെ വേണമെങ്കിൽ അപ്ലൈ ചെയ്യാനും പറ്റുന്നതാണ്. പിന്നെ വന്നതാണ് എക്സെപ്ഷനിൽ നമുക്ക് മിനിമം ലീവ്, മാക്സിമം ലീവ്, അഡ്വാൻസ് നോട്ടീസ്, മിനിമം സർവീസ് മന്ത്, ഈ ഓപ്ഷൻസ് എല്ലാം നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. മിനിമം ലീവ് നമ്മൾ 2 ലീവ് കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു എംപ്ലോയി ഈ പെർട്ടിക്കുലർ ലീവ് അപ്ലൈ ചെയ്യണമെങ്കിൽ അത് മിനിമം 2 ഡേയ്സിലേക്ക് നമ്മൾ എടുത്തിരിക്കണം. അതേപോലെ മാക്സിമം ലീവ് നമ്മൾ 3 കൊടുക്കുകയാണെങ്കിൽ മാക്സിമം അറ്റ് എ ടൈം ഈ എംപ്ലോയിക്ക് 3 ലീവ്സ് വരെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നുള്ളൂ. പിന്നെ നമുക്ക് അഡ്വാൻസ് നോട്ടീസ് ഉണ്ട്. അതിനകത്ത് നമ്മൾ 3 കൊടുക്കുകയാണെങ്കിൽ ഈ പെർട്ടിക്കുലർ ലീവ് അപ്ലൈ ചെയ്യണത് ഏത് ദിവസത്തേക്കാണോ അപ്ലൈ ചെയ്യണത് അതിന് 3 ദിവസം മുന്നെങ്കിലും ഈ എംപ്ലോയി ഈ ലീവ് അപ്ലൈ ചെയ്തിരിക്കണം. പിന്നെ നെക്സ്റ്റ് ആണ് മിനിമം സർവീസ് മന്ത്. മിനിമം സർവീസ് മന്ത് നമ്മളിപ്പോൾ ഒരു 6 കൊടുക്കുകയാണെങ്കിൽ എംപ്ലോയിയുടെ ജോയിനിങ് ഡേറ്റ് തൊട്ട് 6 മന്ത്സ് വരെ ഈ എംപ്ലോയിക്ക് ഈ ലീവ് അപ്ലൈ ചെയ്യാനത് അതിൻ്റെ എലിജിബിലിറ്റി ഒന്നും കിട്ടില്ല. വൺസ് ആ 6 മന്ത്സ് കഴിഞ്ഞാൽ മാത്രമേ ഈ ലീവ് എംപ്ലോയിക്ക് എലിജിബിൾ ആവുള്ളൂ. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ലീവ് പോളിസിയിൽ തന്നെ. ആൻഡ് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് ഈ ലീവ് പോളിസീസ് എംപ്ലോയിക്ക് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നതാണ്. അതിനായി നമ്മൾ നമുക്ക് 2 രീതിയിൽ ചെയ്യാം. ഒന്ന് ഫസ്റ്റ് എംപ്ലോയി ജോയിനിങ്ങിൽ നമുക്ക് ഓൺബോർഡിങ് ടൈമിൽ എംപ്ലോയിക്ക് ലീവ് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ലീവ് ഗ്രൂപ്പ് അപ്ഡേറ്റ് ചെയ്യാം. അത് ഓൺബോർഡിങ് ഫോമിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ലീവ് പോളിസി വന്നിട്ടുണ്ട്. അതിൽ ഏത് ലീവ് പോളിസിയാണോ വേണ്ടത് നമുക്കിവിടെ സെലക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അതല്ല പിന്നെ രണ്ടാമത്തെ ഓപ്ഷൻ അലോക്കേറ്റ് പോളിസി ഇൻ ബൾക്കാണ്. അലോക്കേറ്റ് പോളിസി ഇൻ ബൾക്കിൽ നമ്മൾ ലീവ് പോളിസി സെലക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഏത് ലീവ് പോളിസിയാണോ നമുക്ക് എംപ്ലോയീസിന് അലോക്കേറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ ലീവ് പോളിസി സെലക്ട് ചെയ്യുക. അതിൻ്റെ ഏതൊക്കെ എംപ്ലോയീസിന് നമുക്ക് ഈ ലീവ് പോളിസിയിലേക്ക് അലോക്കേറ്റ് ചെയ്യണം എന്നുള്ളത് ജസ്റ്റ് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവരെ അലോക്കേറ്റ് ചെയ്യാനും പറ്റുന്നതാണ്.
അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ സെഷനിൽ കവർ ചെയ്യുന്നത്. താങ്ക് യു.